ഈ ലോകത്ത് അള്ളാഹു പടച്ച എല്ലാ സൃഷ്ടികൾക്കും ഒരു ജീവൻ, ഒരു ഹയാത്ത് എന്നുള്ളത് മനുഷ്യനായാലും മനുഷ്യരല്ലാത്ത ജീവികളായാലും അല്ലാത്ത മറ്റുള്ള പടപ്പുകളായാലും നമ്മുടെ വാഹനം, നമ്മുടെ ബൈക്കോ നമ്മുടെ കാറോ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന മെഷീനുകളോ അതിനൊക്കെയും ഒരു ഹയാത്ത് എന്നുള്ളത്. നമ്മുടെ കാറിന്റെ ഒരു ഇഞ്ചിന് പോയാല് ഇഞ്ചിനാണ് അതിന്റെ ഒരു ഹയാത്ത്. അത് പോയാല് അതിന്റെ ഒരു വാല്യൂ നഷ്ടപ്പെട്ടു. അതിനെ വിൽക്കാൻ തീരുമാനിച്ചാൽ അതിന് വേണ്ടതുപോലെ വില കിട്ടുള്ളൂ. ചിലപ്പോ നമ്മ ഗുജിരി കൊടുക്കേണ്ടി വരും. അതങ്ങനെയാണ്. അതിന്റെ ഹയാത്ത് നഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ്. മനുഷ്യനൊരു ഹയാത്തുണ്ട്. അതാണ് നമ്മുടെ റൂഹ്. അത് പോയാലും പിന്നെ മനുഷ്യന്റെ ശരീരത്തിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നതുപോലെ നമ്മുടെ ഈമാനിന്റെ ഒരു ഹയാത്ത്, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനൊരു ഹയാത്ത്, ആ ഈമാനിനുള്ള ഹയാത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈമാനിന്റെ ഹയാത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ആ ഹബീബ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മുടെ ആ ഈമാനിന് വാല്യൂയില്ല, ആ ഈമാനിന് പ്രസക്തിയില്ലാത്ത. അപ്പൊ നമ്മുടെ ഈമാനിന് നാം നല്ല രൂപത്തിലുള്ള ഹയാത്ത് നൽകണമെങ്കിൽ നമുക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും പ്രത്യേകമായ ഒരു ബന്ധം ഉണ്ടാകും. അതെങ്ങനെയാണ് ബന്ധം ഉണ്ടാകേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നാം മറ്റാരെക്കാളും, നമ്മുടെ ഉമ്മയാകട്ടെ, നമ്മുടെ ഉപ്പയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ആരെക്കാളും കൂടുതലായ മഹബത്ത്, എല്ലാത്തിനേക്കാൾ കൂടുതൽ ഉമ്മ, ഉപ്പ, പിന്നെ മക്കള്, ഭാര്യ തന്നെയാണ്. അതിനേക്കാൾ കൂടുതലായി നമ്മുടെ സ്വന്തം ശരീരത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായാൽ അല്ലാതെ നമ്മുടെ ഈമാനിന്റെ ഹയാത്ത് അത് പൂർത്തിയാവൂല. അപ്പോ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മോടാണ് മഹബത്തെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യയോട്, അല്ലെങ്കിൽ നമ്മുടെ വീടുകളോട്, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളോടാണ് മഹബത്ത് കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കൊരു പ്രത്യേകമായ ഒരു സർജറി ആവശ്യമുണ്ട് എന്നാണ്. പ്രത്യേകമായ ഒരു സർജറി ആവശ്യമുണ്ട്. നമ്മുടെ ആ ഈമാനിന്റെ പോക്ക് ശരിയില്ല എന്നാണ്. ഞങ്ങളെ എല്ലാരും കൂടുതലായി സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മളെ സ്വന്തം കാര്യം ചിന്താപാതാണ്. സ്വന്തം കാര്യം ചിന്താപാതാണ്. നമ്മളെ ശരീരത്തെ നമ്മളെ ഭയങ്കരമായി സ്നേഹിക്കാം. സ്വന്തം ശരീരത്തിന് ഉറക്കില്ലെങ്കിൽ രോഗം ബാധിച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഉറങ്ങാതെ നമ്മൾ പിടിച്ചേക്കും. നമ്മുടെ തടിക്ക് പ്രത്യേകമായ ഒരു മധുരം രോഗം വന്നാൽ എത്ര കാലം വേണമെങ്കിലും മധുരം കുടിക്കാതെ, ചപ്പ ചായ കുടിച്ചിട്ട്, സ്വീറ്റ്സ് കഴിക്കാതെ, നല്ല പലഹാരങ്ങൾ കഴിക്കാതെ നമ്മൾ കുടിച്ചിരിക്കും. എന്താ കാരണം? നമുക്ക് നമ്മളോട് സ്നേഹം. കുറെ കാലം ജീവിക്കണം, കുറെ കാലം ജീവിക്കണം. നമുക്ക് നമ്മോടുള്ള ആ മഹബത്ത് കൊണ്ട് എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകുന്നു. പക്ഷേ അപ്പൊക്കെയും നമ്മുടെ ഈമാനിനത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ അതിൽ കാണാം, ഹബീബായ തങ്ങൾ ഉമർ തങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. കൈ പിടിച്ചിട്ടിങ്ങനെ രണ്ടാളിങ്ങനെ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങൾ ഉമർ തങ്ങളോട് ചോദിച്ചു, ഉമറെ, നീ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചു. നിനക്ക് എന്നോട് എത്ര മഹബത്തുണ്ട് ചോദിച്ചു. അപ്പൊ നല്ല നിഷ്കളങ്കമായ, കള്ളത്തരമില്ലാത്ത നല്ല മറുപടി.
ഉമർ തങ്ങൾ ഹബീബായ തങ്ങളോട് എന്താ പറഞ്ഞറിയും? യാ റസൂലല്ലാഹ്, ഈ ലോകത്തിലുള്ള ആരെക്കാളും എന്റെ ഉള്ളിൽ മഹബത്ത് നിങ്ങളോടാണ് നബിയെ. പക്ഷേ എന്നെ കഴിച്ചിട്ടോ, എന്നെ കഴിച്ചിട്ട് നബിയെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെയാണ്. അത് കഴിച്ചാൽ പിന്നെ ലോകത്തിൽ ആരെക്കാളും വലിയ മഹബത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് എന്ന് പറഞ്ഞപ്പോ ഹബീബായ ഞങ്ങളുടെ മറുപടി പറഞ്ഞ എന്തറിയോ? എന്നാൽ ഉമറെ, നിന്റെ ഈമാൻ പരിപൂർണമല്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈമാന് പരിപൂർണമല്ല ഉമറെ. നിന്റെ ഈമാന് പരിപൂർണമാകണമെങ്കിൽ നിന്നെക്കാൾ കൂടുതൽ നീ നിന്റെ ശരീരത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എന്നെ നീ സ്നേഹിക്കണം ഉമറെ. അങ്ങനെ സ്നേഹിച്ചാലേ നിന്റെ ഈമാൻ പരിപൂർണമാവുള്ളൂ. അത് പരിശുദ്ധ ഖുർആനും പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറഞ്ഞാൽ ആരാ അറിയോ? അവരുടെ സ്വന്തം ശരീരത്തെക്കാളും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഔലാരാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കേണ്ടതാരാണ്? അത് അന്നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പോലും നമ്മോട് ഓർമ്മപ്പെടുത്തി. അങ്ങനെയാണ് നമ്മുടെ മഹബത്തിന്റെ ഏറ്റവും വലിയ ഒരു ഘടകമാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സഹിയായ ഹദീസ് നോക്കിയാൽ സഹിയായ ഹദീസ് കാണാം. നിന്റെ ഉമ്മയോട് നീ വേണ്ടതുപോലെ നന്ദി ചെയ്തില്ല എങ്കിൽ, ഉപ്പാനോടും ഉമ്മാനോടും കടപ്പാട് നീ പൂർത്തിയാക്കില്ല എങ്കിൽ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. ഉമ്മനോടും ഉപ്പനോടുമുള്ള കടപ്പാട് നീ പൂർത്തിയാക്കില്ല എങ്കിൽ നിന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല. എന്താ കാരണം? നമ്മുടെ ഈ ശരീരത്തിന് ഉമ്മയുമായിട്ട് വലിയ ബന്ധം. നമ്മുടെ ഈ ബോഡി ഇവിടെ വരാൻ കാരണം ഇവിടെ ഉമ്മയാണ്. ആ ഉമ്മാനെ മറന്നിട്ട് അവരെ ഓർക്കാതെ അവരുടെ കടപ്പാടുകൾ പൂർത്തീകരിക്കാതെ നാം അമല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമലല്ല സ്വീകരിക്കൂല. എന്താ കാരണം? നമ്മുടെ ശരീരത്തിന്റെ ഉപ്പയും ഉമ്മയുമാണ് നമ്മുടെ മാതാപിതാക്കൾ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരാണ്? തങ്ങളുടെ ശരീരത്തിന്റെ ഉപ്പയോ ഉമ്മയോ അല്ല. പിന്നെയോ നമ്മുടെ സമീഉൽ മഖ്ലൂഖ് ഖുർആനിൽ പറഞ്ഞ കാണാം, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ പരിശുദ്ധമായ നാടുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു നബിയെ. പരിശുദ്ധമായ മക്കയെ കുറിച്ചാണ് പറയുന്നത്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ പരിശുദ്ധമായ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എങ്ങനെയാ സത്യം ചെയ്യുന്നറിയോ? വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഓ നബിയെ, നിങ്ങൾ ഈ നാട്ടിൽ ഇറങ്ങിയ ആ സ്ഥിതിക്ക് ആ നാടിനൊരു ബർക്കത്തുണ്ട്. അതിനേക്കാൾ വലിയ ബർക്കത്ത് എന്താ അറിയോ നബിയെ? നിങ്ങൾ ആ നാട്ടിൽ ഉണ്ട് എന്നതാണ്. ആ നാട്ടിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ആ നാട്ടിലാണ് ഇപ്പോ ഉള്ളത് എന്നത് അതിനേക്കാൾ വലിയ ബർക്കത്താണ്. മറ്റൊരർത്ഥം മഹാന്മാരായ മുസ്ലിങ്ങൾ പറഞ്ഞു, ഓ നബിയെ, വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ ഒരുപാട് എല്ലാ ആളുകൾക്കും ഹറാമായ ഒരുപാട് കാര്യമുണ്ട്. പരിശുദ്ധമായ ഹറമിന്റെ മരം മുറിക്കാൻ പാടില്ല, ഹറാമാണ്. അവിടുത്തെ മരങ്ങൾ മുറിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ അവിടെ വേട്ടയാടാൻ പാടില്ല. പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിൽ ചോര ചിന്താൻ പാടില്ല, ഹറാമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും ഹറാമാണ്.
എന്നാൽ മറ്റുള്ള ആളുകൾക്കും ഹറാമായ മുഴുവൻ കാര്യങ്ങളും ഓ നബിയെ നിങ്ങൾക്ക് ഞങ്ങൾ ഹലാലാക്കി തന്നിരിക്കുന്നു. ഇതെന്താ കാരണം? ഇത് മറ്റുള്ള ആളുകളെ പോലെയല്ലല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടുത്തെ മണ്ണിനേക്കാൾ വലിയ ബഹുമാനം ഹബീബായ തങ്ങൾക്കുണ്ട്. ആ മണ്ണും ആ കഅബയും അവിടെയുള്ള മരങ്ങളും അതൊക്കെയും പടക്കാൻ കാരണക്കാരനാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി. മഹാന്മാരായ മുസ്ലിങ്ങൾ പറയാം, കാരണം അത് റസൂലുള്ളാഹി തങ്ങളുടെ പ്രത്യേകതയാണ്. മറ്റുള്ള ആളുകൾക്ക് ആർക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. അങ്ങനെ നബിതങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ കുറെ ഖുസൂസിയത്തുണ്ട്. നബിതങ്ങൾക്ക് അത് ഹലാലാണ്, നമുക്കത് ഹറാമാണ്. ഒരാള് പറയുന്ന കേട്ടത് അത് റസൂലുള്ളാ ചെയ്തോ? റസൂലുള്ളാ ചെയ്തിട്ടുണ്ട? റസൂലുള്ളാ ചെയ്തതെല്ലാം ചെയ്യാൻ നമുക്ക് പാടില്ല. റസൂലുള്ളാ 9 നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് പറ്റുള്ളൂ, നമുക്ക് പറ്റുള്ളൂ. റസൂലുള്ളാഹിക്ക് എത്ര ഭാര്യമാരാണ്? എത്ര? അല്ലെ? നമുക്ക് എത്ര കഴിക്കാം? എത്ര കഴിക്കാം? 4 കഴിക്കാം. അല്ലെ? 5 ആക്കാൻ പറ്റുമോ? റസൂലുള്ളാ കഴിച്ചതല്ല. റസൂലുള്ളാ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും. റസൂലുള്ളാ ചെയ്തതെല്ലാം നമുക്ക് തെളിവല്ല. റസൂലുള്ളാഹിനെ കൊണ്ട് പ്രത്യേകതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ റസൂലുള്ളാഹിന്റെ വാക്ക് നമുക്ക് തെളിവാണ്. റസൂലുള്ളാ പറഞ്ഞിട്ടുണ്ടോ? അതാണ് മഹാന്മാരായ അയിമ്മത്ത് പറഞ്ഞത്. നബിതങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തെളിവാക്കാൻ പറ്റൂല, എന്നാൽ റസൂലുള്ളാഹിന്റെ അഖ്വാലുകൾ, വാക്കുകൾ തെളിവാക്കാൻ പറ്റും, പ്രവർത്തനം പറ്റൂല. കാരണം നബിതങ്ങളെ കൊണ്ട് നബിതങ്ങൾക്ക് പ്രത്യേകമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒന്നാണ് പരിശുദ്ധമായ ഹറമിൽ നബിതങ്ങൾക്ക് വേട്ടയാടാം. പരിശുദ്ധമായ ഹറമിന്റെ മരം റസൂലുള്ളാഹിക്ക് പിടിച്ചെടുക്കാം. നബിതങ്ങളുടെ ഖുസൂസിയത്താണ്. അപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ആ ആയത്തിന്റെ ഇനിയുള്ള ഭാഗമാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. എല്ലാവരും പറഞ്ഞു വരുന്നത് റബീഉൽ അവ്വൽ വരുമ്പോ അപ്പോഴെങ്കിലും മഹാന്മാരായ സ്വഹാബത്ത് മുൻഗാമികൾക്ക് 365 ദിവസവും റസൂലുള്ളാഹിയുടെ ജീവിതത്തിലായിരുന്നു. നമുക്കോ റസൂലുള്ളാഹി വരുമ്പോ ഇങ്ങനെ സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ റബീഉൽ അവ്വൽ വരുമ്പോ മറിച്ച്. അപ്പൊ അതെന്ത് ചെയ്യാൻ? അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ അത് അതിനോട് തുടർന്നിട്ട് മറ്റുള്ള മാസങ്ങളിലും ആ മഹബത്തും ആ സുന്നത്തും ആ ഇത്തിബാവും അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നമ്മുടെ ഈമാനിന്റെ ഹയാത്തിനെ സഹായിക്കുന്ന വലിയ കാര്യങ്ങളായി നമുക്ക് മാറിക്കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഹബീബായ തങ്ങളോടുള്ള മഹബത്തും ഇഷ്കവും അവിടുത്തെ ആ സുന്നത്ത് പിന്തുടർന്ന് ജീവിക്കുന്ന ജീവിതവും എല്ലാം പടച്ചവനെ ഔദാര്യമായി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹ് ഞങ്ങളുമായി ദുആ വസിയത്ത് ചെയ്ത പലരുടെയും ഉമ്മമാർ സുഖമില്ലാതെ പ്രയാസത്തിലാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്. ക്യാൻസർ ബാധിച്ചവർ, ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികൾ. അല്ലാഹ് എല്ലാവർക്കും അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ്. നമുക്ക് തന്ന ആഫിയത്ത്, ആരോഗ്യം അത് മരണം വരെ ദാഹിമാക്കണേ അല്ലാഹ്. റസൂലേ, ഇന്ന് മുതൽ നമ്മുടെ നൂറുൽ ഹുദാ മദ്രസയുടെ മക്കളുടെ നബിദിന പരിപാടിയോടനുബന്ധിച്ചിട്ടുള്ള കലാപരിപാടികൾ നടക്കാൻ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹ് എല്ലാം നീ വലിയ വിജയത്തിലാക്കണേ അല്ലാഹ്. അതിന്റെ വേണ്ട സഹായങ്ങൾ ഒരുപാട് ലക്ഷങ്ങൾ നബിതങ്ങളുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പ്രൈസിനും നേർച്ചയ്ക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയും അതിന്റെ ഏറ്റവും വലിയ ആശ്രയം നമ്മുടെ നിവാസികൾ, പ്രവാസികൾ അവരൊക്കെയാണ്. ഇന്ന് വരെ അവരുടെ ആ പ്രത്യേകമായ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സഹായം കൊണ്ട് ഹബീബായ തങ്ങളുടെ നബിദിന പരിപാടികൾ ഓരോ കൊല്ലങ്ങൾ വിപുലീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കൊല്ലവും അത് നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അതിന്റെ വേണ്ട ഹലാലായ സമ്പത്തുകൾ അവരുടെ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നമുക്കും അതിനു വേണ്ടി കൊടുക്കാനുള്ള ഹലാലായ സമ്പത്ത് തരണേ അല്ലാഹ്. അതിനുള്ള സന്മനസ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചോനെ, നമ്മുടെ മക്കളെ ആ രൂപത്തിൽ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളായി, ഹാദിമീങ്ങളായി, അവിടുത്തെ ആ സുന്നത്ത് പിന്തുടരുന്ന മക്കളായി നമ്മുടെ മക്കളെ നീ ആക്കി തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ മക്കളില്ലാത്തതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഹൈറായ മക്കളെ
മക്കളെ നീ നൽകണേ അല്ലാഹ്. ഇതുപോലെയുള്ള പരിപാടി വരുമ്പോ എത്രയോ ഉമ്മമാർ സങ്കടപ്പെടുകയാണ്. ഇതുപോലെ എനിക്കും ഒരു മകനുണ്ടാകുമായിരുന്നെങ്കിൽ അവൻ പാട്ടുപാടുമായിരുന്നു, അവൻ ദഫമുട്ടുമായിരുന്നു, നിബിധങ്ങളുടെ ആ പ്രകീർത്തനങ്ങൾ അവൻ പറയുമായിരുന്നു എന്ന് സങ്കടത്തോട് മനസ്സിന്റെ ഉള്ളിൽ ദുഃഖിക്കുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരുണ്ട്. അത് അവർക്കും നീ മക്കളെ കൊടുക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കുടുംബങ്ങൾ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ. അവർക്ക് മരിച്ചുപോയ എല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് ഇന്ന് മരിച്ചുപോയ ആ മുഹമ്മദ് എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരൻ അല്ലാഹ്, അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ മരിച്ചുപോയോ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകുന്നു, മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ റാഹത്തുള്ള സന്തോഷമുള്ള ജീവിതമാക്കല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ونعم الوكيل.